നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര. ഓം പാർവതിയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ അയ്യപ്പസ്വാമിയെ. ഓം കാളികാളി ഭദ്രകാളിയെ ദുർഗാദേവിയെ കാവലിയെ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 മാർച്ച് 7 ബുധഗ്രഹം മീനം രാശിയിലേക്ക് മാറുകയാണ്. ബുധഗ്രഹം മീനം രാശിയിലെത്തുമ്പോൾ അവിടെ ആദിത്യൻ നിൽപ്പുണ്ട്, അതായത് സൂര്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബുധനും സൂര്യനും കൂടെ ഒത്തുചേരുമ്പോഴാണ് ബുധാദിത്യ രാജയോഗം വന്നു ചേരുന്നത്. ബുധൻ ഭാഗ്യകാരകനാണ്. ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ബുധനിൽ നിന്നുണ്ടാവും. വിദ്യാഭ്യാസപരമായ ഗുണമേന്മ തരുന്ന ഗ്രഹമാണ്, വിദ്യാകാരകൻ കൂടിയിട്ടാണ് ബുധൻ. ആയതുകൊണ്ട് വളരെയധികം സൗഭാഗ്യദായകമായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും അനുഗ്രഹീതമായി നൽകുന്ന ഗ്രഹമാണ് ബുധൻ. അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. ആദിത്യൻ, രവി തുടങ്ങിയ പേരിലാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ബുധൻ്റെയും ആദിത്യൻ്റെയും ഈ യോജിപ്പ് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യദായകമായി മാറുകയാണ്. ബുധൻ ബുദ്ധിയെയും സൂര്യൻ ആത്മവിശ്വാസത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ബുധനും സൂര്യനും കൂടെ ഒന്നു ചേർന്ന് വരുമ്പോൾ അവരുടെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്ര ജാതർക്ക് അസാധാരണമായ ബുദ്ധിശക്തിയും കാര്യപ്രാപ്തിയും കർമ്മശേഷിയും ഉണ്ടാകുമെന്നുള്ളതാണ് ഉറപ്പിച്ചു പറയാനുള്ളത്. തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും വന്നു ചേരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വളരെ ശക്തന്മാരും കർമ്മശേഷിയിൽ വളരെയധികം ശക്തിയുള്ളവരും അതുപോലെ തന്നെ ബുദ്ധിയിലും അതുപോലെ തന്നെ പ്രവർത്തന വ്യവസ്ഥകളിലും എല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ വിജയം വന്നു ചേരുന്ന നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രത്തെക്കുറിച്ചാണ്. മീനം രാശിയിലാണ് ഈ നക്ഷത്രം വന്നു ചേരുന്നത്. ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നാളുകളിൽ തീർച്ചയായിട്ടും ബുധാദിത്യ രാജയോഗത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് വരാൻ പോകുന്നത്. മീനക്കൂറുകാരുടെ ജന്മ വ്യവസ്ഥിതിയിലാണ് ഈ സംയോഗത്തിൻ്റെതായ അനുഗ്രഹം നന്നായി വരാൻ പോകുന്നത്. സംസാരശേഷിയിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയും. എഴുത്തുകാർ, പ്രഭാഷകർ, അധ്യാപകർ തുടങ്ങിയവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും ബിസിനസ് വിജയത്തിനായുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനുമൊക്കെ വളരെയധികം അനുഗ്രഹദായകമായ മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതാണ് ബുധാദിത്യ രാജയോഗത്തിൻ്റെ പ്രത്യേകതയായി ഇവർക്ക് പറയാനുള്ളത്. ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ
നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവൽ പ്രക്രിയകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ബുദ്ധിപരമായും കർമ്മശേഷിപരമായും കാര്യശേഷിപരമായും ആത്മവിശ്വാസപരമായും ഒക്കെ തന്നെ വളരെ ഉയർന്ന ഒരു നിലവാരം ഇവർക്കുണ്ടാവുക തന്നെ ചെയ്യും. അടുത്തായി അത്തം ചിത്തിര നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറിലേതായിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് 7ാം ഭാവത്തിലാണ് ഈ യോഗം തെളിയുന്നത്. പങ്കാളിത്ത ബിസിനസ്സിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുഴപ്പങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് പ്രത്യേക നേതൃത്വ സ്വഭാവവും അതുപോലെ തന്നെ ജനങ്ങളുടെ അംഗീകാരവും ലഭിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ പറ്റിയ സമയമാണ്. തീർച്ചയായിട്ടും വസ്തുവകകൾ വാങ്ങുക, വാഹനം വാങ്ങുക, അതുപോലെ തന്നെ നമുക്ക് അനുകൂലമായിരിക്കുന്ന സാമ്പത്തിക ശേഷികൾ ലഭിക്കുക തുടങ്ങിയവർക്കെല്ലാം കരാറുകൾ വയ്ക്കേണ്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഭാഗ്യദായകമായി തന്നെ നിലനിന്ന് പോകും. കരാറുകളിലൊക്കെ ഒപ്പുവെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഗുണം നിങ്ങൾക്ക് ലഭിക്കുമെന്നർത്ഥം. കിട്ടുന്ന പണം കൊണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന സാധന സാമഗ്രികൾ കൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ മേന്മ വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരുന്ന വലിയ ഭാഗ്യമാണിതൊക്കെ. ബുധൻ്റെയും ആദിത്യൻ്റെയും അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമാണ്. ഭാഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയൊക്കെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സമ്പൽ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്തിച്ചേരുവാൻ വഴി തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും എല്ലാം കൊണ്ടും വളരെ ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേരുന്ന നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരായിരിക്കുന്ന അത്തം ചിത്തിര നക്ഷത്രക്കാർ. അടുത്തത് പുണർദം പൂയം ആയില്യം. കർക്കിടകക്കൂറുകാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ബുധാദിത്യ രാജയോഗത്തിലൂടെ അത്ഭുതപരമായിരിക്കുന്ന പല മാറ്റങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. കർക്കിടകക്കൂറുകാരുടെ 9ാം ഭാവത്തിലാണ്, അതായത് ഭാഗ്യഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം നടക്കുന്നത്. ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടും. പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായമോ സ്വത്ത് നൽകിയുള്ള സഹായമോ ഉറപ്പായും പ്രതീക്ഷിക്കാം. തീർത്ഥയാത്രകൾ നടത്താനുള്ള യോഗമുണ്ടാകും. ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന വർഷമായിരിക്കും ഇത്. ബുധാദിത്യ രാജയോഗത്തിലൂടെ തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. വിദ്യാഭ്യാസപരമായ പുരോഗതിയും തൊഴിൽപരമായ പുരോഗതിയും വിദേശ രാജ്യത്ത് പോകുന്നതിനുള്ള പുരോഗതിയും ഒക്കെ തന്നെ അനുഗ്രഹീതമാകുന്ന വർഷമാണ്. തീർച്ചയായിട്ടും വളരെ അനുകൂലമായിരിക്കുന്ന അനുഗ്രഹ സാധ്യതയാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും എല്ലാ നന്മകളും ഈ 2026 എന്ന് പറയുന്ന വർഷത്തിൽ ഇവർക്ക് വരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര ജീവിത വിജയവും ഇവരിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അടുത്തത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങൾ ചേരുന്ന മിഥുനക്കൂറിൻ്റേതായിരിക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത് വിശ്വസനീയമല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ അവിശ്വസനീയമാകുന്ന തരത്തിൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവാണ്. അത്രത്തോളം പ്രാധാന്യമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ നേടും. ബുദ്ധിപരമായ നീക്കത്തിലൂടെ സഹപ്രവർത്തകരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയും. IT, ബാങ്കിംഗ് മേഖല, മാധ്യമ മേഖല തുടങ്ങിയവയൊക്കെ ഇവർക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കുന്ന ഭാഗ്യം നൽകുന്ന മേഖലകളായി മാറും. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുക, ശമ്പള വർധനവുണ്ടാവുക തുടങ്ങിയ ഭാഗ്യദായകമായ അനുഭവങ്ങൾ ഉറപ്പായും വന്നു ചേരും. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും തൊഴിൽ സാധ്യത കാര്യങ്ങളിലാണെങ്കിലും ദാമ്പത്യ കാര്യത്തിലാണെങ്കിലും കുടുംബപരമായ കാര്യങ്ങളിലാണെങ്കിലും വളരെയധികം പ്രാധാന്യം വന്നു ചേരുന്ന വർഷമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതർക്ക്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് മേഖലയിൽ വലിയ വളർച്ച പ്രതീക്ഷിക്കാം. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയും. ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ ഭാവിയിലേക്കുള്ള സമ്പത്ത് നീക്കിവെക്കാൻ കഴിയും. വളരെ പ്രയോജനകരമായിരിക്കുന്ന തലങ്ങളിലേക്ക് തൊഴിൽ കണ്ടെത്തി പോകുന്നതിനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുദിക്കും. ബുധൻ്റെയും ആദിത്യൻ്റെയും
പൂർണ്ണമായ അനുഗ്രഹ സാധ്യത ലഭിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനങ്ങളിലെത്താൻ കഴിയും. അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ വർഷം തന്നെയായിരിക്കും 2026 എന്ന് പറയുന്നത്. തന്നെയല്ല, ഏതു മേഖലയിൽ നമ്മൾ കൈവച്ചാലും ആ മേഖലയിൽ വലിയ വിജയം ഈ നക്ഷത്ര ജാതർക്കുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, ഭഗവാന് തുളസിമാല സമർപ്പിച്ചുള്ള പ്രാർത്ഥന, വിഷ്ണു സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം നാം വീട്ടിൽ നിന്ന് ജപിക്കുക, ഇതിലൂടെയൊക്കെ വലിയ ഭാഗ്യം വന്നു ചേരും. ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാന വ്യവസ്ഥകളിൽ എത്തിച്ചേരാൻ ഈ കർമ്മങ്ങൾ നമുക്ക് അനുഗ്രഹമായി നിൽക്കും. അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബുക്ക്, പുസ്തകങ്ങൾ, പഠനപരമായ വസ്തുതകൾ ദാനം ചെയ്യുന്നതും ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം 10 മടങ്ങ് വർദ്ധിക്കുന്നതിന് കാരണമാകും. ബുധനാഴ്ചകളിൽ പച്ച വസ്ത്രം ധരിക്കുന്നതും ബുധാദിത്യ രാജയോഗത്തിന് അനുകൂലമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണമാകും. തീർച്ചയായിട്ടും ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്ര ജാതർക്ക് എല്ലാ തരത്തിലും ജീവിതത്തിൽ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.